ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ ഓരോ ഡേയ്സും ഇങ്ങനെ റുട്ടീൻസ് ഇങ്ങനെ മാറി. ഇവരുടെ ഉറക്കവും എൻ്റെ ഉറക്കവും പിന്നെ കുറച്ച് മടിയൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല. എടുത്ത് വയ്ക്കും കുറച്ച് കട്ടുകളൊക്കെ, പക്ഷേ അതൊന്നും ഇടാനോ എഡിറ്റ് ചെയ്യാനോ ഉള്ളൂ നല്ലൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ഇന്ന് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു. നമുക്ക് ഒരു നൈറ്റ് കാണാം. ആഫ്റ്റർ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഉണ്ണികൾക്ക് നേരിട്ട് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണതുകൊണ്ട് ഭയങ്കര വിശപ്പാണ് എനിക്ക്. അയ്യോ, ഫുൾ ടൈം ഇങ്ങനെ എന്ത് തന്നാലും വയറ് നിറയാത്തൊരു ഫീലാണ്. അപ്പോൾ ഇന്ന് അമ്മോട് സ്പെഷ്യലായിട്ട് എനിക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടാക്കിത്താ. അപ്പം അമ്മ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. കഴിച്ചിട്ട് വയറ് അങ്ങനെ നിറയണില്ല, അങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വയറ് നിറക്കണതിൻ്റെ ഇടയിൽ കുഞ്ഞൂട്ടനും വിശപ്പ് തുടങ്ങിയിട്ട്. അപ്പം അമ്മ സൈഡിൽ നിന്ന് പാല് കൊടുക്കുന്നുണ്ട്. വലിയൂട്ടൻ സൈലൻ്റായി കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല കുട്ടിയായിട്ട്. അത് കഴിഞ്ഞപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞൂട്ടന് ഭയങ്കര വാശി. ഉറക്കം വരുന്നുണ്ട് പുള്ളിക്ക്. അതാണ് ഇത്ര വാശി കാണിക്കണത്. അവസാനം എന്താ എന്നെ ചീത്ത പറഞ്ഞു, കൊണ്ട് പൊക്കോടന്ന്. കുറേ നാളായിട്ട് കാണാണ്ടിരിക്കുകയായിരുന്നു. കുന്തം കോലും എടുത്തൊരു വീഡിയോ പൊക്കോടന്ന് പറഞ്ഞിട്ട് എന്നെ താട്ടി പൈപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇത് കുഞ്ഞൂട്ടൻ. അപ്പം ഞാൻ വിചാരിച്ചു വലിയോട്ടനെ ഒന്ന് കാണിക്കാം, അവൻ കൂളായിട്ട് എടുക്കുന്നല്ലോ. അപ്പോൾ അവനും വല്ലാത്ത നോട്ടം, എന്താ അമ്മേ ഇതല്ലാതെ വേറൊരു പണിയില്ലേ അമ്മയ്ക്ക് എന്നുള്ളൊരു നോട്ടം. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ നിന്നും പോരാന്ന്. അങ്ങനെ ഞാൻ നമ്മുടെ പാപ്പു അമ്മ ഉണ്ടാക്കിയത് ഡപ്പയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ കുഞ്ഞൂട്ടനെ അമ്മ ഉറക്കണ്ട് നടന്നിട്ട് അങ്ങനെ ആ സമയം 9 മണിയായി. അവനിപ്പോഴും വാശിക്ക് മാറിയിട്ടില്ല കേട്ടോ. ഇനി പെട്ടെന്നൊരു ഉറങ്ങുക ചെയ്യാറ്. അപ്പോൾ ഉറക്കം വന്ന സ്ഥിതിക്ക് ഞാൻ എന്തായാലും ഡയപ്പറൊക്കെ മാറ്റിയിട്ട് ഉറക്കാൻ കിടത്താമെന്ന് വിചാരിച്ചു. ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതിട്ടിട്ട് ഞാൻ ഉറങ്ങിക്കോട്ടെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ എടുത്തായി. അപ്പോൾ അത് കഴിഞ്ഞതാണ് നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇച്ചിരി അലങ്കോലമായിട്ടൊക്കെ എടുക്കണം. ഞാൻ ഇടയ്ക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് സെറ്റാക്കി ചെയ്യണം. എല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കണം. അങ്ങനെ ഒരു കൂട്ടത്തിൽ ഞാൻ അവിടെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കണ. അതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ അച്ഛൻ കോലയൊക്കെ കൊണ്ടുവന്നുണ്ട് വലിയച്ഛൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അമ്മയ്ക്ക് ഇതാ കാണിച്ചു കൊടുത്ത് പറയുക അതിനെക്കുറിച്ചൊക്കെ. അതിൻ്റെ ഒപ്പം അമ്മ പൂജയ്ക്ക് ഫുഡ് സെറ്റാക്കുന്നുണ്ട്. കിങ്ങിണി വന്നിട്ടുണ്ട്. കിങ്ങിണി ഇടയ്ക്കേ വരുള്ളൂ. അപ്പോൾ ഒരു അലമ്പുണ്ടാവും. മഞ്ഞസുന്ദരിയും കിങ്ങിണിയായിട്ട് അത്ര ചെയ്യില്ല. അപ്പോൾ അമ്മ വേഗം കൊണ്ടുപോയിട്ട് അവരെ പാത്രങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടി കൊടുക്കുന്നത്. നമ്മളെല്ലാവർക്കും വേറെ പാത്രമായിട്ടേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നല്ല അടിയിരിക്കും ഇവിടെ. അപ്പോൾ കുഞ്ചേരി വന്നിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചകളിൽ ഒരാളാണ് ഇവിടെ. അത് കഴിഞ്ഞ് സിംബയും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അവൻ പോയി. അപ്പോൾ അച്ഛൻ നാളെ സാമ്പാറിലേക്കുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്. അപ്പോൾ ഞാനൊരു സാധനം ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാജിക്കൽ റബ്ബർ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി പ്ലാനറ്റിൻ്റെ. അത് സൂപ്പർ സാധനമാണ് കേട്ടോ. സ്റ്റൗവൊക്കെ ഞാൻ ഇപ്പോൾ കഴുകാൻ വേണ്ടിയിട്ട് അത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒറ്റയടിക്ക് ചളി പോവും. ടൈൽസ് മത്തിയും ഗ്യാസ് സ്റ്റൗ മത്തിയും ഒരുവിധം എല്ലാ സാധനം, സ്വിച്ച് ബോർഡ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ റബ്ബർ വെച്ചിട്ട് ഒരൊറ്റ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുണി വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമ്മ വലിയൂട്ടിനെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ ഇതെന്തപ്പോൾ അത് ഉറങ്ങിയ ആളെ എണീറ്റ് വന്ന രണ്ടുപേരും ഉറങ്ങിക്കെടുക്കായിരുന്നു. എന്നിട്ട് ഞാൻ അടുക്കളയിൽ പോകുന്നത്. അപ്പോൾ ആ വലിയൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കമില്ല ഗൈസ്. അങ്ങനെ എൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. അടുത്ത ആൾ കുഞ്ഞൂട്ടൻ എണീറ്റു. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്ക്. പണിയൊക്കെ കഴിഞ്ഞു. നമ്മളടുത്ത് ചോറിനുള്ള പരിപാടിക്ക് പോയി. ചോറിൻ്റെ കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും പാലും പാപ്പം കൊടുത്തിട്ട് വേണം ഇനി കിടന്നുറങ്ങാൻ. അങ്ങനെ ആ 2 പേർക്കുള്ള പാലും ഞാൻ കലക്കി 2 കുപ്പിയിലൊക്കെ ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ദിവസത്തിൽ ഏതെങ്കിലും ഒരു നേരം നമ്മൾ ഫോമുലയാണ് കേട്ടോ കൊടുക്കാറ്. പാല് തികയാത്തൊരു സിറ്റുവേഷൻ നോക്കിയിട്ട് ആ ഒരു സമയത്ത് ഫോമുല കൊടുക്കും, ഒറ്റ നേരം. കാരണം ചില സമയത്ത് അങ്ങോട്ട് പാല് തികയാറില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല സിമിലാക്കാണ് കേട്ടോ. അത് ഉണ്ണികൾക്ക് അത്ര ഇഷ്ടമായിട്ടില്ല സിമിലാക്ക്. ആദ്യം നമ്മൾ നാൻപ്രോ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്വിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ 6 മാസം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. അപ്പോൾ ചെറുതായി സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പോൾ അങ്ങോട്ട് മൂവ് ഓണായി പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് അവർക്ക് പാല് കൊടുക്കുക.
കുഞ്ഞൂട്ടനും വലിയൂട്ടനും ക്യാമറ ഫ്രണ്ടിലിരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലുണ്ട് കേട്ടോ ഫോൺ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഫോക്കസ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് അതിൽ. അമ്മ അതിൻ്റെ ഇടയിൽ ഫോണിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ അടുത്ത്. അങ്ങനെ 12:30 ഗൈസ്. അവരുടെ കളിയൊന്നും കഴിഞ്ഞിട്ടില്ല, കളി ആരംഭിച്ചിട്ടുള്ളൂ. രണ്ടുപേരും നല്ല കളിയില്ല, സൈക്കിൾ ചവിട്ടലും കൈയിട്ടടിക്കുന്നു കാലിട്ടടിക്കുന്നു, നല്ല കളിയിലായിട്ടൊക്കെ കിടക്കണം. എനർജി മൂഡ് ഓണായിട്ട്. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും വീണ്ടും നേരിട്ട് പാലൊക്കെ കൊടുത്തിട്ടാണ് ഉറക്കാൻ കിടത്തിയത്. ഇപ്പം നമ്മൾ ലൈറ്റ് ഓഫാക്കിയിട്ട് കിടക്കാൻ തുടങ്ങി കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ലൈറ്റ് ഓണാക്കിയിട്ടൊക്കെ കിടക്കാറ്. അപ്പോൾ ലൈറ്റ് ഓഫാക്കിയിട്ട് ചെറിയ ലൈറ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടും രണ്ടുപേരും ഇങ്ങനെ നോക്കി നോക്കി കിടക്കുന്നുണ്ട് തന്നെ. ഒരാൾ കൈ വായിലിട്ടിട്ട് ഉറക്കത്തിനുള്ള ശ്രമമായിട്ടോ. ഇപ്പോൾ അവർ ഉറങ്ങുമ്പോൾ കൈ വായിലിട്ടിട്ടാണ് കിടക്കാറ്. അങ്ങനെ രണ്ടുപേരും ചെയ്ത് ശീലമായി. ഇപ്പോൾ എന്നിട്ട് സമയം 2:15. ഇപ്പോൾ 2:30 ആകുമ്പോഴേക്കും രണ്ടുപേരും ശരിക്കും ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.